ക്യൂട്ടായിട്ടുള്ള ബൈൻഡർ ഡ്രോയിങ് ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കട്ടിയുള്ള പേപ്പറായിട്ടുള്ള ഐവറി ഷീറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടിയുള്ള പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ഞാൻ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പേപ്പർ പഞ്ച് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഞാനിതിൽ ഹോൾസ് പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഒരു ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക് അല്ല ലെതർ ഷീറ്റാണിത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് ഒരു പേപ്പറിൽ പാറ്റേൺസ് വരച്ചിട്ട് അതൊരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ കൊട്ടിച്ചിട്ട് അതിനെ കവറും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതും ഈ നമ്മൾ പേപ്പറിൽ വെച്ചിട്ടുള്ള അതേ ലെങ്ത്തിലാണ് ഹോൾസ് പഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ പഞ്ച് ചെയ്ത ഹോൾ ഒന്ന് കൊച്ചിയിലും ഒന്ന് കൊയിലാണ്ടിലും ആയിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ ബാക്ക് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കവറിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഏകദേശം ഇവിടെ സെറ്റായിരിക്കുന്നത്. ഇനി നമുക്കുള്ളത് ബൈൻഡിങ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ലേസാണ് കേട്ടോ. അപ്പോൾ ഈ ലേസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഫാൻസിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ലേസ് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബൈൻഡർ റിങ്സിൻ്റെ യാതൊരുവിധ ആവശ്യവും ഇല്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബൈൻഡിങ് ബുക്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ബൈൻഡ് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത്. സംഭവം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ബാക്ക് സൈഡിലൂടെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ടോപ്പിലൂടെ ബാക്കിലേക്ക് പിന്നിയെടുത്ത് അങ്ങനെ റോൾ ചുറ്റി എടുത്തതാണ് കേട്ടോ. സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെ ചുറ്റി എടുത്തു കഴിഞ്ഞാലും ഇത് കറക്റ്റായിട്ട് വരും. ഒരു മേടിക്കണ്ട. ഓക്കെ, എന്നിട്ട് ഞാനൊരു ലൈറ്റർ എടുത്തിട്ട് ഇതിൻ്റെ 2 എഡ്ജസ് ഒന്ന് ഞാൻ ഉരുക്കി കൊടുക്കുന്നത്. കാരണം അത് ആ ത്രെഡ് ഇങ്ങനെ ഊരി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ബോ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ബോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം കളിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ബുക്ക് ഇവിടെ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഏകദേശം നല്ല കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് മിനുക്ക് പണികളും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുഞ്ഞൊരു ക്ലേ ചാമ്പും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സംഭവം. ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഇതുപോലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കി വെക്കുന്നത് ഒരു രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്യൂട്ട് ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ.